ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായി എല്ലാവർക്കും ഓണാശംസകൾ, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ തിരുവോണദിനത്തിൻ്റെ അന്ന് രാവിലെയാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ചേട്ടനോട് പറഞ്ഞു നമുക്ക് തിരുവോണദിനായാലും നമ്മുടെ ജോലികളൊക്കെ അതത് സമയത്ത് തന്നെ കഴിക്കണം. അപ്പോൾ 4 മണിക്കേറ്റ് അവരെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ വാലൊക്കെ ഞാൻ കഴുകിയിട്ട് മറ്റേ നമ്മുടെ പ്രഷർ വാഷർ വെച്ചിട്ടാണ് ഇവരൊക്കെ കഴുകാറുള്ളത്. പക്ഷേ പ്രഷർ വാഷർ കുറച്ച് ദിവസമായിട്ട് പണി മുടക്കിയിരിക്കുകയാണ്. കാരണം നമ്മുടെ കല്യാണിക്കുട്ടിയാണെന്ന് തോന്നുന്നു പ്രഷർ വാഷറിൻ്റെ ഓസുമ്മ കടിച്ചിട്ട് അതിനൊരു ചെറിയ ലീക്ക് വന്നു. ആ ലീക്ക് എങ്ങനെ നമ്മൾ അടച്ചാലും ശരിയാവില്ല. അതിനിപ്പോൾ അവരുടെ കമ്പനിയിൽ കൊണ്ടുപോയി വേറെ ഹോസ് മേടിക്കാണ്ട് പറ്റില്ല. അത് ഓണത്തിൻ്റെ മുടക്കായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഷോപ്പ് തുറന്നിട്ട് വേണം അത് വാങ്ങാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ എൻ്റെ ചൂലും അടിച്ച് കഴുകലൊക്കെ തുടങ്ങിയേക്കാണ്. അപ്പോൾ നമ്മളെപ്പോഴും താഴത്തെ തൊഴുത്തിൽ പ്രസവിക്കാറായിട്ടുള്ള പശുക്കളെയാണ് അഴിച്ചു കെട്ടാറുള്ളത്. നമ്മുടെ അമ്മുകുട്ടിയാണ് ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ ഉള്ളതിൽ പ്രസവിക്കുക. ആദ്യം പ്രസവിക്കാനുള്ളത് വലിയോളാണ്. അപ്പോൾ വലിയോളെയാണ് ഇറക്കി കെട്ടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കിങ്ങിണി മോളെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും കുറച്ച് പേര് പറഞ്ഞു നെഗറ്റീവ്സ് അങ്ങനെ പറയുമ്പോൾ ഇതിൽ വരാൻ ഉദ്ദേശിക്കുന്ന കർഷകർക്കൊക്കെ ഒരു വിഷമാവും. അപ്പോൾ നെഗറ്റീവ്സ് അങ്ങനെ പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ ഏത് മേഖലയിലായാലും ഏത് ജോലിയിലായാലും അതിൻ്റേതായ ഗുണങ്ങളും അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉയർച്ച താഴ്ചകൾ എല്ലാത്തിലും ഉണ്ടാവും. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്കിപ്പോൾ ഒരു തുണികളുമായി ബന്ധപ്പെട്ട ജോലിയാണോ അല്ലെങ്കിൽ പാത്രത്തിന് ബന്ധപ്പെട്ട ജോലിയൊക്കെ ആകുമ്പോൾ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായാലും മാനസികമായി അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ജോലിയാവുമ്പോൾ നമുക്ക് മനസ്സിനും കൂടി കുറച്ച് സങ്കടം ആ നേരത്ത് തോന്നും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ നമ്മുടെ ഫാമിലത്തെ സന്തോഷങ്ങൾ മാത്രം പറയുകയാണ് അല്ലെങ്കിൽ ഇത് ഫാമിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് തോന്നുമ്പോൾ ഇത് നല്ല സുഖമുള്ള ജോലിയാണ് അല്ലെങ്കിൽ ഇത് നല്ലതാണെന്നൊക്കെ എല്ലാവർക്കും തോന്നും. നല്ലത് തന്നെയാണ്. പക്ഷെ 20 വർഷമായിട്ട് ഇതിൽ നിന്ന് നെഗറ്റീവ് മാത്രമാണ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് തുടരില്ലല്ലോ. നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ടാവും ഏത് ജോലി പോലെയും തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ആ ജോലിയിൽ തന്നെ നിലനിന്ന് പോണത്. തീരെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ചെയ്യും. നമ്മൾ എത്ര നല്ലതാണെന്ന് തോന്നിയാലും നമ്മളത് നിർത്തിയേനെ. പക്ഷെ നമുക്കത് പറ്റും. അതിൽ നിന്നൊക്കെ മറികടക്കും. ആ ഒരു സമയത്തൊരു വിഷമം കൊണ്ടാണ് നമ്മളങ്ങനെയൊക്കെ പറഞ്ഞു പോണത്. അപ്പോൾ നമ്മുടെ അമ്മുകുട്ടീനെ എന്തുകൊണ്ട് താഴ്ത്ത് കെട്ടി എന്നുള്ളതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങോട്ട് പോയി. അമ്മുകുട്ടിക്ക് കുറച്ച് ദിവസം മുൻപ് ഒരു ചെറിയൊരു അസ്വസ്ഥത. അവൾ മുകളിൽ തൊഴുത്തിലായിരുന്നു. അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്താണ് ഉണ്ടായെന്നറിയില്ല. പല്ലുകൾ ഇങ്ങനെ വല്ലാണ്ട് കൂട്ടിക്കടിച്ച് കൈകാലുകൾ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വല്ലാണ്ട് ഇറങ്ങിപ്പോവുക. അപ്പോൾ മുകളിലെ തൊഴുത്തിലാണെങ്കിൽ അവൾക്ക് നിന്നൊന്നും നടക്കാനോ ഒന്നുള്ള സൗകര്യമില്ല. അപ്പോൾ നമ്മൾ വേഗം താഴ്ത്തിറക്കി കെട്ടിയതാണ്. ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് പറയാൻ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാം. ഒരു 3 മിനിറ്റ് ആണ് അവൾക്ക് ഒരു അസുഖം തോന്നിയത്. പെട്ടെന്ന് തന്നെ പല്ലുകൾ തമ്മിൽ കൂട്ടിക്കടിച്ച് വായിന്ന് കുറച്ച് പത പോണ പോലെ അങ്ങനെ ഒരു പ്രത്യേകത. അപ്പം ഞാൻ അതിൻ്റെ ഇതുകളൊക്കെ ലക്ഷണങ്ങളൊക്കെ ഡോക്ടറിനോട് പറഞ്ഞ് അപ്പോൾ മരുന്ന് കൊടുത്തിട്ട് 2 പ്രാവശ്യം അങ്ങനെ വന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കും മുമ്പ് തന്നെ അത് ശരിയാവണുണ്ട്. അപ്പോഴേക്കും ഭക്ഷണം എടുക്കുന്നുണ്ട്. പക്ഷെ ആ കുറച്ച് സമയം അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത വന്നു. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി വളർത്തി വലുതാക്കി ആദ്യത്തെ കുത്തിന് തന്നെ ഗർഭിണിയായി. ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് ചേനയായിട്ടുള്ള പശുക്കുട്ടിയാണ്. അവൾക്കൊക്കെ അസുഖം വരുമ്പോൾ ഞാനിപ്പോഴും പറയണ പോലെ തന്നെ നമുക്കങ്ങനെ വരുമ്പോൾ നമ്മളങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഡൗൺ ആവും. പക്ഷേ ഇതിന് മരുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പശുക്കളിൽ ഉണ്ടാവാറുണ്ടെന്നാണ് സിൽവൻ ഡോക്ടർ പറഞ്ഞത്. നമ്മൾ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി മോളുടെ പോലെ തന്നെ നല്ലൊരു പശുക്കുട്ടിയെ നല്ല വലിപ്പമൊക്കെ ഉള്ള ഒരു പശുക്കുട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചക്കരേനെ കുത്തിവെച്ചിട്ട് 1 മാസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗർഭിണിയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് ആദ്യത്തെ നമ്മളെ കുത്തിവെക്കുമ്പോൾ നമ്മളോട് എപ്പോഴും ആ സാറ് പറയാറുള്ളത് ആദ്യത്തെ 18 ദിവസം കഴിഞ്ഞാൽ പിന്നെ 36ാമത്തെ ദിവസം കൂടി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം പശുക്കൾ. അപ്പോഴാവും വീണ്ടും പൊളയ്ക്കാൻ ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങപ്പോൾ മതി വന്നപ്പോൾ 36ാമത്തെ ദിവസമാണ് മതി വന്നത്. അപ്പോൾ നമ്മൾ ആളെ വിളിച്ച് ഇപ്പോൾ ഗർഭപാത്രം കഴുകിയിട്ട് ഇനിയിപ്പോൾ ഒരു മതി വിട്ടിട്ട് വേണം കുത്തിവെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ഓരോന്നുണ്ടാകുമ്പോൾ നമ്മൾ പെട്ടതിന് പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനൊരു വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു സ്വാഭാവികം തന്നെ. അപ്പോൾ നമ്മുടെ കറവും പശുക്കളുടെ തീറ്റ കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഓണത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നമുക്ക് ഓണത്തിന് എല്ലാവരും വീട്ടിൽ വന്ന് ഉണ്ണൊക്കെ ചെയ്യും. എന്നിട്ട് വേണം നമുക്ക് സദ്യയൊക്കെ ശരിയാക്കാനായിട്ട്.
അപ്പോൾ രാവിലെ ഏത് ഓണായാലും വിഷു ആയാലും എന്താഘോഷങ്ങളായാലും നമ്മളുടെ ജോലികൾ മാറ്റിവെക്കാൻ പറ്റില്ല. നമുക്ക് പുറത്തേക്കൊന്നും പോകാനും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അതൊന്നും വിഷമമായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോവാണ് ഞാൻ. അവളെ തെറ്റ് കഴിച്ചിട്ട് മുഴുവൻ അപ്പുറപ്പുറം തേച്ചിട്ടില്ല, അപ്പുറം തേച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത്. പ്രസവിച്ച് കിട്ടണം നമ്മുടെ ചക്കരേനെ കറക്കുകയാണ് കേട്ടാ. ചക്കരക്കിപ്പോൾ പാലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു 5.5-6 ലിറ്ററിൻ്റെ അടുത്ത് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഉച്ചയ്ക്കാണ്, ഉച്ച തിരിഞ്ഞാണ് വളരെ കുറവാണ്. കറക്കണ്ടെന്ന് തോന്നും ചിലപ്പോൾ. എന്നാലും നമ്മൾ കറവ് നിർത്തിയിട്ടില്ല, ഗർഭിണിയൊന്നും ആയിട്ടില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരിത്. അപ്പോൾ നല്ല സുഖമായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യും. ഇടയ്ക്ക് വാലുകൊണ്ടൊക്കെ ഒരു അടി കിട്ടും മുഖത്തേക്ക്. എന്നാലും വലിയ കുഴപ്പമില്ല. ചേട്ടനോട് അത്രയും കൂടി സെറ്റില്ല. ഞാനാണ് അവളെ കറക്കാറുള്ളത്. ആദ്യം തൊട്ടേ അവളെ ഞാനാണ് കറക്കുക. എനിക്കിഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊരു ദേഷ്യക്കാരി ആണെങ്കിൽ പോലും അങ്ങനെ ബക്കറ്റിലേക്ക് ചവിട്ട് വരെ പാല് തട്ടിക്കളയുക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ തൊഴുത്തിൽ നിന്നൊക്കെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഓണത്തിനുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കി. ഞങ്ങളുടെ ചേട്ടനും ചേട്ടൻ്റെ മോളും ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ചോറുണ്ണാനായിട്ട്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ചേട്ടനനിയന്മാരൊക്കെ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുക എന്നുള്ളതാണ് ഒരിത്. അപ്പോൾ കുറച്ച് വിഭവങ്ങൾ അവരും ഉണ്ടാക്കി കൊണ്ടുവരും. നമ്മളും കൂടി എല്ലാവരും സന്തോഷമായിട്ട് ഓണം വിഷു ഇത് രണ്ടും അമ്മയുണ്ട്, പ്രായമായിട്ടുള്ള അമ്മയുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വന്ന് സന്തോഷത്തോടു കൂടി തലേദിവസം തിരുവോണ തലേദിവസം ഉത്രാടത്തിൻ്റെ അന്ന് നമ്മളിങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഇവിടെ ആഘോഷിക്കാറ് പതിവ്. അപ്പോൾ ഓണത്തിൻ്റെ ഊണൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇറങ്ങി. നമ്മുടെ 4:30 നേരത്ത് ഉച്ചതിരിഞ്ഞ് 4:30ക്ക് ഇറങ്ങി നമ്മൾ പശുക്കൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഇറങ്ങിയേക്കാണ്. മഴ ഇല്ലാത്ത വർഷങ്ങളിൽ അവിടെ അടുത്ത അമ്പലങ്ങളിൽ കൈക്കുട്ടിക്കളിയൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ കാണാൻ പോവാറുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യമാണെങ്കിൽ ഭയങ്കര മഴയോണല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവാതിരക്കളി കാണാൻ പോകാനുള്ളൊരു മൂഡ് തോന്നിയില്ല. അപ്പോൾ തിരുവാതിരക്കളി ഒന്നും കണ്ടില്ല. ഊണൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി എണീറ്റ് വന്ന് നമ്മുടെ പണികളുമായി ചേർന്ന് നിന്നു. അപ്പോൾ രണ്ടുപേരും പാട്ട് പാടാനുള്ളൊരു മൂഡാണ് തിരുവോണത്തിൻ്റെ ദിവസം. അപ്പോൾ രണ്ടുപേരും പാട്ടായാലോ? തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി.